ഹലോ, ഇന്ന് നമ്മൾ നോക്കുന്നത് പുതിയൊരു ഓർഗാനിസം ആണ്. ദാറ്റ് ഈസ് കോർണിബാക്ടീരിയ എന്ന് പറഞ്ഞൊരു ഓർഗാനിസത്തിലാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. കോർണിബാക്ടീരിയത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇതിന് എന്തുണ്ട്, നല്ലൊരു മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ അറേഞ്ച്മെന്റ് വി അല്ലെങ്കിൽ എൽ അല്ലെങ്കിൽ യൂണിഫോം ലെറ്റർ പാറ്റേണിലാണ് അറേഞ്ച്മെന്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. നമുക്ക് ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് ഈ കോർണിബാക്ടീരിയം ജീനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള 46 സ്പീഷീസ്. ഈ ഡിഫറെന്റ് 46 സ്പീഷീസിൽ അബൌട്ട് 30 ഓർഗാനിസംസ് ഏബിൾ ടു കോസ് ഹ്യൂമൻ ഡിസീസസ് എന്നുള്ള രീതി. ഈ ഒരു ജീനസ് നമ്മൾ കളക്റ്റീവ്ലി പറയുന്ന പേരിൽ ഇത് ഗ്രാം പോസിറ്റീവ് ആയിരിക്കും, എയറോബിക് ആൻഡ് ഫാക്കുലേറ്റീവ് അനറോബ്സ് ആയിരിക്കും, നോൺ മോട്ടൈൽ ആൻഡ് ദേ ആർ കാറ്റലൈസ് പോസിറ്റീവ് ബാസിലൈ ആയിരിക്കും. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇറഗുലർലി ഷേപ്പ് ആയിരിക്കും. ഒന്നെങ്കിൽ ഇറഗുലർലി ഷേപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ വൈ അല്ലെങ്കിൽ വി അല്ലെങ്കിൽ യൂണിഫോം ലെറ്റർ പാറ്റേൺ എന്നുള്ള രീതിയിലായിരിക്കും ഇതിന്റെ അറേഞ്ച്മെന്റ് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗ്രാംസ്റ്റൈനിന്റെ അത് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ വി വൈ അല്ലെങ്കിൽ ചൈനീസ് ലെറ്റർ പാറ്റേൺ അല്ലെങ്കിൽ യൂണിഫോം ലെറ്റർ പാറ്റേൺസ് ഈ ഒരു രീതിയിലുള്ള ബാസിലൈൻ നമുക്ക് നല്ല രീതിയിൽ വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 40 ഡിഫറെന്റ് സ്പീഷീസ് ഉണ്ട് എന്നുള്ളത്. അതിനകത്ത് ലെസ് ദാൻ 30 സ്പീഷീസ് ഏബിൾ ടു കോസ് ഹ്യൂമൻ ഡിസീസസ് എന്നുള്ള രീതിയിലാണ്. ഇവിടെ നമ്മൾ നോക്കുന്നത് മെയിൻ ആയിട്ട് ഹ്യൂമൻ ഡിസീസ് കോസ് ചെയ്യുന്ന കോർണിബാക്ടീരിയ സ്പീഷീസും ഇതിന് ഏതൊക്കെ ഡിസീസസ് ആണെന്നാണ് നോക്കുന്നത്. ഇതിനകത്ത് പ്രിഡോമിനന്റ് ആയിട്ട് കോസ് ചെയ്യുന്നത് കോർണിബാക്ടീരിയം ഡിഫ്തീരിയ ആണ്. ദിസ് ഏബിൾ ടു കോസ് ഡിഫ്തീരിയ, ദാറ്റ് ഈസ് റെസ്പിറേറ്ററി. ടു ടൈപ്പ് ഓഫ് ഡിഫ്തീരിയ ഉണ്ട്, ദാറ്റ് ഈസ് റെസ്പിറേറ്ററി ഡിഫ്തീരിയ ഉണ്ട്, ക്യൂട്ടേനിയസ് ഡിഫ്തീരിയ ഉണ്ട്. ഡിഫ്തീരിയ മീൻസ് തൊണ്ടമുള്ളു എന്നാണ് ഉദ്ദേശിക്കുന്നത് മലയാളത്തിൽ പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് എന്ത് ചെയ്യാം, എക്സ്റ്റേണൽ സൈറ്റ് അതർ സൈറ്റ്സ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ഇയറിലും പിന്നെ അതുപോലെ തന്നെ ഐയിലും കോസ് ചെയ്യുന്നുണ്ട്. ദെൻ ജെനൈറ്റൽ മ്യൂക്കോസ, then pharyngitis, endocarditis ഒക്കെ അങ്ങനത്തെ ഡിസീസസും കോർണിബാക്ടീരിയം ഡിഫ്തീരിയ കോസ് ചെയ്യുന്നുണ്ട്. then കോർണിബാക്ടീരിയം അൾസറും മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത് ക്യൂട്ടേനിയസ് ഇൻഫെക്ഷൻസ് ആണ്. ദാറ്റ് ഈസ് ഡിഫ്തീരിയ ലൈക്ക് ലീഷൻസ് ആയിരിക്കും. അത് മെയിൻ ആയിട്ട് ഫാരഞ്ചൈറ്റിസും അതുപോലെ തന്നെ അതർ റെസ്പിറേറ്ററി ഡിസീസസ് ഒക്കെയാണ് കോസ് ചെയ്യുന്നത്. then കോർണിബാക്ടീരിയം ജക്കിയം എന്ന് പറഞ്ഞ ഓർഗാനിസം ആണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗ്രൂപ്പ് ജക്ക് എന്ന് പറയുന്നു. ഇത് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത് വൂണ്ട് ഇൻഫെക്ഷൻ, സെപ്റ്റിസിമിയ, ഫോറിൻ ബോഡി ഇൻഫെക്ഷൻ, ദാറ്റ് ഈസ് കത്തീഡ്രൽ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ് ആൻഡ് എൻഡോകാർഡൈറ്റിസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത്. Then Cornybacterium urolithicum, it is also known as group D2 എന്ന് പറയുന്നു. Urolithicum able to cause UTI. and Cornybacterium pseudotuberculosis, ഇത് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ native and prostatic valve endocarditis, pneumonia, lung abscess, tracheobronchitis and suppurative lymphadenitis ഒക്കെയാണ് കോസ് ചെയ്യുന്നത്. Then Cornybacterium hemolyticum able to cause pharyngitis, Cornybacterium strachium able to cause respiratory tract infection and foreign body infections, and last one is the Cornybacterium pseudotuberculosis able to cause pneumonia, lung abscess, tracheobronchitis, endocarditis and lymphadenitis ഒക്കെയാണ് മെയിൻ ആയിട്ട് ഡിസീസ് കോസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഇതിന്റെ അകത്ത് പ്രൊഡോമിനന്റ് ഉണ്ടായി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹ്യൂമൻ ഹാർംഫുൾ ആയിട്ട് വരുന്ന ഓർഗാനിസം ആണ്. ദാറ്റ് ഈസ് കോർണിബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറഞ്ഞ ഓർഗാനിസം ആണ്. ഇതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ് മെയിൻ ആയിട്ട് ഇത് കോസ് ചെയ്യുന്നത്, അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലാണ് ഇൻഫെക്ഷൻ ആയിരിക്കും. അതായത് ഇവിടെ എന്ത് ചെയ്യും, ഒരു സ്യൂഡോ മെംബ്രേൻ ഫോർമേഷൻ ആണ് നടക്കുന്നത്. ഇത് മെയിൻ ആയിട്ട് ഇൻഫെക്ഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് സോർ ത്രോട്ട് ഉണ്ടാവാം, ലോ ഗ്രേഡ് ഫീവർ ഉണ്ടാവാം, ദെൻ ഇൻഫെക്ഷൻ ഓഫ് ടോൺസിൽസ് ദാറ്റ് ഈസ് ടോൺസിലൈറ്റിസ് ഉണ്ടാവാം, ഫാരഞ്ചൈറ്റിസ് ഉണ്ടാവാം, അതുപോലെ തന്നെ എന്തായിരിക്കാം നോസിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ വാക്സിൻ തന്നെ നമ്മൾ ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് ഇതിനെ ഫസ്റ്റ് ഒബ്സർവേഷനും അതുപോലെ തന്നെ ഡിസ്ക്രൈബ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലബ്സ് എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇതിനെ ഫസ്റ്റ് കൾട്ടിവേറ്റ് ചെയ്തത് ലോഫ്ലെസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് വേറൊരു പേരും കൂടി പറയുന്നുണ്ട്. കോർണിബാക്ടീരിയം ഡിഫ്തീരിയയ്ക്ക് വേറൊരു പേരും കൂടി ഉണ്ട്, ദാറ്റ് ഈസ് ക്ലബ്സ് ലോഫ്ലെസ് ബാസിലസ് എന്ന് കൂടി പറയുന്നുണ്ട്. കോർണിബാക്ടീരിയത്തെ വേറൊരു പേരാണ് ക്ലബ് ലോഫ്ലെസ് ബാസിലസ്. ഇതിന്റെ മോർഫോളജി നോക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ആർ ഗ്രാം പോസിറ്റീവ് ആയിരിക്കും, പിന്നെ അതുപോലെ തന്നെ ആയിരിക്കും ഹൈലി പ്ലിയോമോർഫിക് ആയിരിക്കും. ദേ ആർ നോൺ മോട്ടൈൽ ആൻഡ് നോൺ സ്പോറിംഗ്. പിന്നെ അതുപോലെ തന്നെ ഇത് എന്തുണ്ടാവുക, ഇതിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ നോക്കുമ്പോൾ എന്തായിരിക്കും, ഒന്നെങ്കിൽ പൾസേറ്റ്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സെൽസ് എന്ത് ചെയ്യും, ഒരു ആംഗിൾ ഇൻഡിവിജ്വൽ സെൽസ് ആംഗിൾസ് ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നത് കൊണ്ട് ഒന്നെങ്കിൽ വി ഷേപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ വൈ ഷേപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ എൽ ഷേപ്പ് ആയിരിക്കും. എന്നിരുന്നാലും നമ്മൾ കൾട്ടിൽ പറയുന്ന പേരാണ് ചൈനീസ് ലെറ്റർ ഫോർമേഷൻ അല്ലെങ്കിൽ യൂണിഫോം അറേഞ്ച്മെന്റ്. ഈ യൂണിഫോം അറേഞ്ച്മെന്റ് എന്ന് പറയാൻ കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഈ ഒരു ഷേപ്പിൽ അല്ലെങ്കിൽ വൈ എൽ അല്ലെങ്കിൽ ചൈനീസ് ലെറ്റർ പാറ്റേൺ അല്ലെങ്കിൽ യൂണിഫോം ലെറ്റർ പാറ്റേണിലൊക്കെ ഈ ഒരു ബാസിലൈന്റെ അറേഞ്ച്മെന്റ് കിട്ടാൻ കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൽ ഡിവിഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇൻകംപ്ലീറ്റ് സെപ്പറേഷൻ ഓഫ് ദ സെൽ ഡിവിഷൻ നടന്നതിന് ശേഷം ഡോട്ടർ സെൽസ് എന്ത് ചെയ്യുന്നു, മദർ സെൽസ് ഡിറ്റാച്ച് ചെയ്ത് പോകണം. അതിന് പകരം എന്ത് ചെയ്യും, അത് ഇൻകംപ്ലീറ്റ് സെപ്പറേഷൻ ആയിട്ട് അവിടെ നിൽക്കുകയാണ് ചെയ്തത്. അതായത് ഡോട്ടർ സെൽസ് എന്ത് ചെയ്യുന്നു, പുതിയതായിട്ട് ഫോം ചെയ്ത മദർ സെൽസ് പുതിയതായിട്ട് ഫോം ചെയ്യുന്ന ഡോട്ടർ സെൽസ് എന്ത് ചെയ്യില്ല, കംപ്ലീറ്റ് ആയിട്ട് ഡിറ്റാച്ച് ചെയ്തു പോകില്ല. ചെറുങ്ങനെ എന്ത് ചെയ്യുന്നു, ഇൻകംപ്ലീറ്റ് സെപ്പറേഷൻ ആയിരിക്കും, ചെറിയൊരു പോർഷൻ മാത്രം അവിടെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇതിനെ വി അല്ലെങ്കിൽ എൽ അല്ലെങ്കിൽ യൂണിഫോം ലെറ്റർ അല്ലെങ്കിൽ ചൈനീസ് ലെറ്റർ പാറ്റേണിൽ നമുക്ക് ഈ ഒരു ബാക്സിലേന അറേഞ്ച്മെന്റ് കാണാൻ പറ്റുന്നത്.
ഇതാണ് നമ്മൾ ചൈനീസ് ലെറ്റർ പാറ്റേൺ എന്നുള്ള രീതിയിൽ അറേഞ്ച്, ഒന്നുകിൽ ഈ രീതിയിലായിരിക്കും അല്ലെങ്കിൽ പാലസൈഡ്സ് എന്നുള്ള രീതിയിൽ ഈ ഒരു രീതിയിലായിരിക്കും ഇതിന്റെ അറേഞ്ച്മെന്റ് ഉണ്ടാവുക. ഇത് നമ്മൾ ഗ്രാഫ് ചെയ്യുന്നത് നോക്കുന്ന സമയത്ത് കണ്ടില്ല, ഒന്നുകിൽ വി പാറ്റേൺ ആയിരിക്കും, ഈ ഒരു രീതിയിലാണ് കാണുന്നത്. ഇതും എന്താണ് ചൈനീസ് ലെറ്റർ പാറ്റേൺ കണ്ടില്ല, ഇവിടെ കാണിക്കുന്ന ഡയഗ്രംസ്. പിന്നെ അതുപോലെ തന്നെ ഇതിന് എന്തുണ്ട്, നല്ലൊരു ഇൻട്രാസൈറ്റോപ്ലാസ്മിക് ഗ്രാനുൾസ് ഉണ്ട്, ഇൻക്ലൂഷൻ ബോഡീസ് ഉണ്ട്, ദാറ്റ് ഈസ് മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസ് ഉണ്ട്. ഈ മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസിന് വേറെ പേരുണ്ട്, ദാറ്റ് ഈസ് ബേവ് ഏണസ്റ്റ് ഗ്രാനുൾസ് ആൻഡ് വോളറ്റിൻ ഗ്രാനുൾസ് എന്നൊക്കെ പറയുന്നു. ഇതിന് നമുക്ക് ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നുണ്ടെങ്കിലും ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. ഒന്നെങ്കിൽ ആൽബർട്ട് സ്റ്റെയിൻ വെച്ച് ഡെമോൺസ്ട്രേഷൻ ചെയ്യാം, അല്ലെങ്കിൽ നെസർ സ്റ്റെയിൻ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ കോണ്ടർ സ്റ്റെയിൻ വെച്ചിട്ട് നമുക്ക് ഡെമോൺസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇതിന്റെ മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസ് ഇതായിരിക്കും. മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസ് അറേഞ്ച്മെന്റ് കാണും. ഓക്കെ, നമ്മൾ ഇതിനെ കൾച്ചർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിന്റെ കൾച്ചറൽ ക്യാരക്ടേഴ്സ് പറയുമ്പോൾ ദേ ആർ എയറോബിക് ആൻഡ് ഫാക്കൽറ്റേറ്റീവ് അനറോബ്സ് ആയിരിക്കും. എന്നിരുന്നാലും എന്തായിരിക്കും, നല്ല രീതിയിൽ ഗ്രോത്ത് നടക്കണമെന്നുണ്ടെങ്കിൽ എയറോബിക് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രോത്ത് കിട്ടും. അതുപോലെ തന്നെ ഇതിന്റെ ഒപ്റ്റിമൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസിലും pH 7.2 to 7.4 ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നോർമൽ മീഡിയയിലൊന്നും ഗ്രോ ചെയ്യത്തില്ല. എന്ത് ചെയ്യണം, ഗ്രോത്ത് ഓൺലി വിത്ത് എൻറിച്ച്ഡ് മീഡിയാസ് വിത്ത് സർഫസ് സബ്സ്റ്റൻസസ് എൻറിച്ച്ഡ് മീഡിയാസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബ്ലഡ്, സിറം അല്ലെങ്കിൽ എഗ് ഒക്കെ വെച്ചിട്ടുള്ള മീഡിയ എൻറിച്ച്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിന് ഗ്രോ ചെയ്യുന്നുള്ളൂ. ഇതിന് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഫ്ലെസ് സിറം സ്ലോപ്പ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എൻറിച്ച്ഡ് മീഡിയം ആയിരിക്കും കോർണിബാക്ടീരിയം ഡിഫ്തീരിയയുടെ. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തിൻ 6 to 8 hours തന്നെ നമുക്ക് എന്ത് കിട്ടും, ഗ്രോത്ത് കിട്ടും. അതായത് വിത്തിൻ 6 to 8 hours തന്നെ ഒരു ലക്ഷറിയന്റ് ഗ്രോത്ത് കിട്ടും. മറ്റ് 37 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ ഇനീഷ്യലി നമുക്ക് കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ സർക്കുലർ ഒപ്പൈക്ക് ആൻഡ് വൈറ്റ് കോളനീസ് ആയിരിക്കും. Then after prolonged incubation, that is 24 hours അല്ലെങ്കിൽ ഓവർനൈറ്റ് ഇൻക്യുബേഷൻ ഒക്കെ വെക്കുമ്പോഴത്തേക്ക് കോളനീസ് എന്തായിരിക്കും, ലാർജ് കോളനീസും പിന്നെ അതുപോലെ തന്നെ ഒരു യെല്ലോ ടിഞ്ച് ഉള്ള കോളനീസ് ആയിരിക്കും നമുക്ക് അപ്പിയർ ചെയ്യാം. ഇതാണ് ലോഫ്ലെസ് സിറം സ്ലോപ്പ്. ഓക്കെ, then McLeod's or Hawley's tellurate blood agar ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, സെലക്റ്റീവ് മീഡിയം ആണ്. ഇത് എന്തുകൊണ്ടാണ് സെലക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അത് എന്തുണ്ടാവും, ടെലുറേറ്റ് ഉണ്ടാവാം. ഈ ടെലുറേറ്റിന്റെ കോൺസെൻട്രേഷൻ അതായത് 0.04% ടെലുറേറ്റ് ഉണ്ട്. ഇത് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആക്ട് ആസ് എ ഇൻഹിബിറ്റിംഗ് ഏജന്റ്. അതായത് ബാക്കിയുള്ള കണ്ടാമിനൻസ് ആയിട്ടുള്ള ഓർഗാൻസിനൊക്കെ എന്ത് ചെയ്യും, ഈ 0.04% സോഡിയം ടെലുറേറ്റ് എന്ത് ചെയ്യും, ഇതിന്റെ ബാക്കിയുള്ള ഓർഗാൻസിന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്ത് കളയും. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, ചില സ്ട്രെയിൻസ് എന്ന് പറഞ്ഞിട്ട് ചില കോർണിബാക്ടീരിയം സ്ട്രെയിൻസിന് ഒപ്റ്റിമൽ ഗ്രോത്തിന് നിക്കോട്ടിനിക് ആസിഡും പാൻറ്റോതെയിക് ആസിഡും വേണം. ചിലതിന് എന്തെങ്കിലും തൈമിൻ ആയിരിക്കും, ബയോട്ടിൻ അല്ലെങ്കിൽ പൈമിലിക് ആസിഡ് ഒക്കെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഗ്രോ ചെയ്യത്തുള്ളൂ. ദെൻ ഇതിന്റെ ഡിഫ്തീരിയയുടെ ടോക്സിൻ പ്രൊഡക്ഷൻ വേണമെങ്കിൽ ഈ ഒരു ഡിഫ്തീരിയ ടോക്സിൻ നടക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ മീഡിയത്തിന്റെ അത് എന്തുണ്ടാവണം, സർട്ടൻ അമിനോ ആസിഡ്സും പിന്നെ അതുപോലെ തന്നെ അയണിന്റെ സോഴ്സും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിന്റെ അകത്ത് നല്ല രീതിയിലുള്ള കോർണിബാക്ടീരിയം ഡിഫ്തീരിയയുടെ ടോക്സിന്റെ പ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ. ടെലുറേറ്റ് അഗാറാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെലുറേറ്റ് ബ്ലഡ് അഗാറാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു, ഇത് ഗ്രേ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ കോളനീസ് ആയിരിക്കും ആഫ്റ്റർ 48 hours ഓഫ് ഇൻക്യുബേഷനിൽ വരുന്നുണ്ടാവുക. ഇവിടെ കോർണിബാക്ടീരിയം എന്ത് സംഭവിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടെലുറേറ്റിനെ റെഡ്യൂസ് ചെയ്തിട്ട് മെറ്റാലിക് ടെലൂറിയായിട്ട് കൺവേർട്ട് ചെയ്യും. അതെന്ത് സംഭവിക്കും, അതുകൊണ്ട് ആ മെറ്റാലിക് ടെലൂറേറ്റ് കൺവേർഷൻ നടക്കുന്നത് കൊണ്ടാണ് ഈ കോളനിക്ക് ഒന്നുകിൽ ഗ്രേ അല്ലെങ്കിൽ ബ്ലാക്ക് കളേർഡ് കോളനീസ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ കോർണിബാക്ടീരിയത്തിന് നമ്മൾ ഈ ഒരു മീഡിയത്തിന്റെ അകത്തുള്ള ഗ്രോത്തിന് വെച്ച് നമ്മൾ മൂന്നായിട്ട് മൂന്ന് ബയോടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് മൈറ്റിസ്, ഇന്റർമീഡിയസ് ആൻഡ് ഗ്രേവിസ് എന്നുള്ള രീതിയിൽ ഈ 16 ടെലുറേറ്റ് അഗാറിന്റെ അകത്ത് വരുന്ന കോളനി മോർഫോളജിന്റെ ബേസിൽ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ മൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, സ്മോൾ റൗണ്ട് കോൺവെക്സ് ആൻഡ് ബ്ലാക്ക് കളേർഡ് കോളനീസ് ആയിരിക്കും. ഇന്റർമീഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ ഫ്ലാറ്റ് ആൻഡ് ഗ്രേ ടൈപ്പ് കോളനീസ് ആയിരിക്കും. ദെൻ ഗ്രേവിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ലാർജ് ഇറഗുലർ ആൻഡ് ഗ്രേ ടൈപ്പ് ആയിരിക്കും കോളനീസ് ഉണ്ടാവും. ഇതിന്റെ അകത്ത് മൈറ്റിസ് ആണെങ്കിൽ മൈൽഡസ്റ്റ് ഇൻഫെക്ഷൻ ആയിരിക്കും കോസ് ചെയ്തിട്ടുണ്ടാവാം. ദെൻ ഗ്രേവിസ് ആണെങ്കിൽ എന്തായിരിക്കും, സീരിയസ് ഡിസീസസ് ആയിരിക്കും. ദെൻ ഇന്റർമീഡിയറ്റ്സ് ആണ് കോസ് ചെയ്യുന്നതെങ്കിൽ ഇന്റർമീഡിയറ്റിൽ സിവിയറിറ്റിയുള്ള ഡിസീസസ് ആയിരിക്കും മെയിൻ ആയിട്ട് കോസ് ചെയ്തിട്ടുണ്ടാവാം. ഇതാണ് ടെലുറേറ്റ് ബ്ലഡ്, നമ്മുടെ ടെലുറേറ്റ് ബ്ലഡ് അഗാറിനകത്തുള്ള ഗ്രോത്ത്. സോഡിയം മെറ്റാലിക് ടെലൂറിയം കൺവേർഷൻ നടക്കുന്നതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ കോളനീസ് കിട്ടാനുള്ള കാരണം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ 3 ബയോടൈപ്സ് ഉണ്ട് എന്നുള്ള, ദാറ്റ് ഈസ് ഗ്രേവിസ്, ഇന്റർമീഡിയറ്റ് ആൻഡ് മൈറ്റിസ് എന്നുള്ള രീതിയിൽ 3 ബയോടൈപ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫീച്ചേഴ്സ് ആണ്. ഇതിന്റെ കോളനിയുടെ സൈസ് നോക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേവിസ് എപ്പോഴും ഷോർട്ട് റോഡ് ആയിരിക്കും. ദെൻ ഇന്റർമീഡിയറ്റ്സ് എന്തായിരിക്കും, ലോങ് റോഡ് ആയിരിക്കും. ദെൻ മൈറ്റിസ് പറയുമ്പോൾ എന്തായിരിക്കും, ലോങ് കർവ്ഡ് ആയിരിക്കും. ദെൻ പ്ലിയോമോർഫിസം കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇതിനകത്ത് ഗ്രേവിസിൽ പറയുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി പ്ലിയോമോർഫിസം വളരെ കുറവായിരിക്കും. ദെൻ ഇന്റർമീഡിയറ്റ്സിലും മൈറ്റിസിലും എന്തായിരിക്കും, നമ്മുടെ പ്ലിയോമോർഫിസം നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്.
ദെൻ ഇതിനകത്ത് ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് ഗ്രാനുൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക മൈറ്റിസിലേക്ക് പ്രൊഡോമിനന്റ് ആയിട്ട് ഉണ്ടാവാം. ദെൻ ഇന്റർമീഡിയറ്റ്സിൽ കുറയുന്നു. ദെൻ ഗ്രേവിസിൽ എന്തായിരിക്കും ഒന്നെങ്കിൽ ആബ്സെൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ സ്റ്റെയിനിങ് നേച്ചർ നോക്കുന്ന സമയത്ത് നമുക്കറിയാം എന്താണ് ഹൈലി പ്ലിയോമോർഫിസം കാണുന്നത് മൈറ്റിസ് ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും നമ്മൾ മൈറ്റിസിനെ നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറഗുലർ പാറ്റേൺ ആയിരിക്കും കാണപ്പെടുക. ദെൻ പ്ലിയോമോർഫിസം വളരെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കുന്നത് ഗ്രേവിസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റെയിൻ നോക്കുന്ന സമയത്ത് യൂണിഫോം സ്റ്റെയിനിങ് നേച്ചർ ആയിരിക്കും ഗ്രേവിസിന്റെ ടൈപ്പിൽ തന്നെ ഉണ്ടാവാം. നമ്മൾ കോളനി മോർഫോളജി നോക്കുന്ന സമയത്ത് ഗ്രേവിസ് ഓൾവേസ് എന്തായിരിക്കും ഡേസി ഹെഡ് അപ്പിയറൻസ് ആയിരിക്കും. ദെൻ ഇന്റർമീഡിയറ്റ്സ് എന്തായിരിക്കും ഫ്രോഗ് എഗ് ആയിരിക്കും. ദെൻ മൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോച്ചഡ് എഗ് ലൈക്ക് അപ്പിയറൻസ് കോളനീസ് ആയിരിക്കും ഉണ്ടാവാം. നമ്മൾ കോളനി മോർഫോളജി ഓൺ ടെലുറേറ്റ് ബ്ലഡ്കാർഡിനകത്ത് നമ്മൾ കോളനി നോക്കുന്ന സമയത്ത് ഇതിന്റെ സർഫസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഗ്രേവിസിലാണെങ്കിൽ ഒരു മാൾട്ട് ടൈപ്പ് ആയിരിക്കും. ദെൻ ഇന്റർമീഡിയറ്റ്സിൽ എന്തായിരിക്കും നല്ല ഷൈനിങ് കോളനീസ് ആയിരിക്കും. ദെൻ മൈറ്റിസ് ആകുന്ന സമയത്ത് ഒരു ഗ്ലോസി അപ്പിയറൻസ് ആയിരിക്കും തരുന്നതാവാം. ദെൻ ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേവിസിൽ ബ്രിറ്റിൽസും ദെൻ ഇന്റർമീഡിയറ്റ്സിൽ നമ്മൾ ബ്രീക്ക് ബെട്രയും ദെൻ മൈറ്റിസിൽ നമ്മൾ ബെട്രേ ടൈപ്പിലേക്ക് കൺസിസ്റ്റൻസി ആയിരിക്കും ഉണ്ടാവുക. ദെൻ നമ്മൾ ടെലുറേറ്റ് ബ്ലഡ്കാർഡിൽ നോക്കുന്ന സമയത്ത് ഹീമോലൈസിസ് നോക്കുന്ന സമയത്ത് മൈറ്റിസ് ആണ് എന്തായിരിക്കും നല്ല രീതിയിൽ ഹീമോലൈസിസ് ആയിരിക്കും. ദെൻ ഇന്റർമീഡിയറ്റ്സ് ആവുന്ന സമയത്ത് നോ ഹീമോലൈസിസ് ആയിരിക്കും. ദെൻ ഗ്രേവിസിന്റെ ഹീമോലൈറ്റിക് പാറ്റേൺ വേരിയബിൾ ആയിരിക്കും. ദെൻ സ്റ്റാർച്ച് ഫെർമെന്റേഷൻ മെയിൻ ആയിട്ട് നടക്കുന്നത് ഗ്രേവിസിലും മൈറ്റിസിലും ആയിരിക്കും സ്റ്റാർച്ചിന്റെ ഫെർമെന്റേഷൻ നടക്കുന്നുണ്ടാവുക. ഇതിന്റെ ഫേജ് ടൈപ്സ് വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് 14 ഡിഫറെന്റ് ഫേജസ് ഗ്രേവിസിൽ ഉണ്ടാവും. ദെൻ 3 ഇന്റർമീഡിയറ്റ്സിനും 4 മൈറ്റിസിനായിരിക്കും. ഇതിന്റെ ടോക്സിജനിറ്റി സ്ട്രെയിൻസിന്റെ ടോക്സിജനിറ്റി നോക്കുന്ന സമയത്ത് അബൌട്ട് 99% ഇന്റർമീഡിയറ്റ്സിലും 95% ഗ്രേവിസിലും 85% മൈറ്റിസിലും ആയിരിക്കും ഉണ്ടാവുക. ഇതിന്റെ ആന്റിജനിക് ടൈപ്പ് നോക്കുന്ന സമയത്ത് ഗ്രേവിസിന് 13 ഡിഫറെന്റ് ആന്റിജനിക് സ്ട്രെയിൻസും ദെൻ ഇന്റർമീഡിയറ്റ്സിന് 4ഉം മൈറ്റിസിന് 14ഉം ആയിരിക്കും. ദെൻ നമ്മൾ ഗ്രോത്ത് മീഡിയത്തിലെ ഗ്രോത്ത് പാറ്റേൺ നോക്കുന്ന സമയത്ത് സർഫസ് പെലിക്കൽ ഫോർമേഷനും അതുപോലെ തന്നെ ഗ്രാനുലർ ഡെപ്പോസിറ്റും ഗ്രേവിസ് കാണാൻ പറ്റും. ദെൻ അതേസമയത്ത് ഇന്റർമീഡിയറ്റ്സ് ആകുന്ന സമയത്ത് ഓൺലി ഗ്രാനുലർ ഡെപ്പോസിറ്റ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ദെൻ മൈറ്റിസ് ആകുമ്പോൾ എന്തായിരിക്കും ഒരു ഡിഫ്യൂസ് ടെർബിഡിറ്റി മാത്രമേ നമുക്ക് മൈറ്റിസിന്റെ ക്വാളിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇതായിരിക്കും മൈറ്റിസ് ഗ്രേവിസ് ഇന്റർമീഡിയറ്റ്സ് എന്നുള്ള രീതിയിൽ ടെലുറേറ്റ് ബ്ലഡ്കാർഡിനകത്തുള്ള ഗ്രോത്ത്. നമ്മൾ ബയോകെമിക്കൽ റിയാക്ഷൻ നോക്കുന്ന സമയത്ത് ഇത് നമ്പർ ഓഫ് ഷുഗേഴ്സിനെ ഫെർമെന്റ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഗ്ലൂക്കോസ്, ഗാലറ്റോസ്, മാൾട്ടോസ് ആൻഡ് ഡെക്സ്ട്രിൻ ഒക്കെ ഫെർമെന്റേഷൻ നടത്തിയിട്ട് ആസിഡ് പ്രൊഡക്ഷൻ ഉണ്ടാവും, ബട്ട് നോ ഗ്യാസ് ആയിരിക്കും. ഈ ഒരു ഷുഗർ ഫെർമെന്റേഷൻ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിസ് സിറം വാട്ടറിലായിരിക്കും നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഇത് ഒരിക്കലും ലാക്ടോസിനെ, മാൻറ്റോളിനെ, സുക്രോസിനെ ഫെർമെന്റേഷൻ ചെയ്യത്തില്ല. പിന്നെ അതുപോലെ തന്നെ ചില സ്ട്രെയിൻസ് അതായത് വിർലന്റ് ആയിട്ടുള്ള കോർണിബാക്ടീരിയം ഡിഫ്തീരിയ സുക്രോസിനെ ഫെർമെന്റ് ചെയ്തതായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് യൂറിയസ് നെഗറ്റീവ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ പ്രോട്ടിയോലൈറ്റിക് ആക്ടിവിറ്റിയും ഉണ്ടാവില്ല. പ്രോട്ടിയോലൈറ്റിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടീനെ ക്ലീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ഒരു കോർണിബാക്ടീരിയത്തിൽ ഉണ്ടാവില്ല. നെക്സ്റ്റ് വൺ ഇസ് ദ റെസിസ്റ്റൻസ് പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും റെഡ്ലി നമ്മുടെ 58 ഡിഗ്രി സെൽഷ്യസ് ഫോർ 10 മിനിറ്റ്സ് വെച്ചിട്ടുണ്ടെങ്കിലും പിന്നെ അല്ലെങ്കിൽ ബോയിലിംഗ് ടെമ്പറേച്ചർ ദാറ്റ് ഈസ് 100 ഡിഗ്രി സെൽഷ്യസ് ഫോർ 1 മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ഓർഗാനിസത്തിന്റെ ഡെത്ത് സംഭവിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ലൈറ്റും ഡെസിക്കേഷനും ഫ്രീസിംഗ് ഒക്കെ എന്ത് ചെയ്ത് നല്ല രീതിയിൽ ഹൈലി റെസിസ്റ്റന്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഫ്ലോർ ഡസ്റ്റിലും അതുപോലെ തന്നെ ബ്ലാങ്കറ്റ്സിലും ഒക്കെ ആണെങ്കിൽ അപ് ടു 5 വീക്സ് വരെ ഇത് നല്ല രീതിയിൽ വിർലന്റ് ആയിട്ട് സർവൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ കോർണിബാക്ടീരിയം ഡിഫ്തീരിയയ്ക്ക് ഉണ്ട്. ഇത്രയാണ് നമ്മുടെ കോർണിബാക്ടീരിയം ഡിഫ്തീരിയയുടെ മോർഫോളജിന്റെ അകത്ത് വരുന്നത്, മോർഫോളജി കൾച്ചറൽ ക്യാരക്ടേഴ്സ് വരുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.